ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന നേരത്തെ എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് രാവിലത്തെ ദോശമാവ് കണ്ടത്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സവാള, ഒരു ചെറിയ ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, ഇത്രയും സാധനങ്ങൾ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടി കേട്ടോ. ഞാൻ രാവിലെ ഉപ്പൊക്കെ ഇട്ടതാണ്, എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കട്ടെ. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ടതല്ലേ. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് അത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായിട്ട് വേണം മാവ് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ണിയപ്പത്തിലേക്ക് ഒഴിക്കുന്ന അതേപോലെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിറച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടായി കഴിയുമ്പോൾ ഒന്നിങ്ങനെ പൊന്തി വരുമല്ലോ. ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് തീരുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചത്. ഇനിയിപ്പോൾ ഞാൻ മീഡിയത്തേക്ക് ആക്കുകയാണ്. ഒരുപാട് ലോ ആയിട്ട് വെക്കല്, അപ്പോൾ എണ്ണ നന്നായിട്ട് ഇതിൽ കയറുള്ളൂ. ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ച് കൊടുക്കണം. നമ്മൾ ഉണ്ണിയപ്പം ചെയ്യണം അതേപോലെ തന്നെ പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ച് കൊടുക്കേണ്ട എല്ലാതും. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി ആവട്ടെ, അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യുക. ഒന്ന് നോക്കി നോക്കട്ടെ. ഇപ്പം ആയിട്ടുണ്ട്, അപ്പുറത്തെ സൈഡും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുക്കുന്നതെന്ന്. എണ്ണ നന്നായിട്ട് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനർക്ക് കേട്ടോ ഞാൻ എടുത്തിട്ടിടണത്. പുറം ഭാഗം കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടോ കിട്ടിയിരിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെയുള്ള നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങ കൊണ്ടുള്ളൊരു കട്ട ചട്നി ഇല്ലേ, അത്. തേങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് ചിരവിയിട്ടെടുത്തത്. അതിലേക്ക് 1 പിടി മല്ലിച്ചപ്പ്, പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ചെറിയ പീസ് സവാളയുടെ ഒരു 1/4 ഭാഗം, അതാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരഞ്ഞ് കിട്ടാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചട്നി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഒരു വറ്റൽമുളക് നടുകെ ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് തേങ്ങയുടെ അരപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കട്ട ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കട്ടൻ ചായയും കൂടി ആയ അടിപൊളി. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല വിശപ്പന്നെയാകും കുട്ടികൾക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ നന്നായി കഴിക്കുകയും ചെയ്യും. അവരുടെ വിശപ്പും മാറും. എന്നും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാതെ ആ മാവ് വെച്ചിട്ട് തന്നെ വല്ലപ്പോഴൊക്കെ ഇതുപോലൊക്കെ നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക്